ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു നല്ല തീയൽ ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് എടുത്തത് 2 ചൈനീസ് പാവയ്ക്ക അല്ലെങ്കിൽ ചൈനീസ് ബിറ്റർ മെലൺ, 2 സവാള, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഇത് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തിട്ട് പിഴിഞ്ഞ് എടുക്കാനുള്ളതാണ്. കൈപ്പയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് നുറുക്കുക, അതുപോലെ തന്നെ സവാളയും ചെറുതായിട്ട് നുറുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വഴണ്ടി വരട്ടെ ഈ അടുപ്പത്ത് കടന്നിട്ട്. ഇതിലേക്ക് നുറുക്കി വെച്ച ചൈനീസ് കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കുക. ഈ ചൈനീസ് കൈപ്പയ്ക്കയ്ക്ക് നാടൻ കൈപ്പയ്ക്കേക്കാളും കയ്പ്പ് കുറവാണ്. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ സവാളയും കൈപ്പയ്ക്കയും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞു കൊണ്ടുവരാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ എടുത്ത് നിന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, തേങ്ങയൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫാക്കി വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ആറിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരണം. വഴറ്റി വെച്ച കൈപ്പയ്ക്കയിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചപ്പോൾ അത് സ്റ്റൗവിൽ വെച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളിയിൽ കിടന്നത് ഇങ്ങനെ വേവണം. ആ സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് അരച്ചിട്ട് വരാം. അപ്പോൾ അതിൽ കിടന്നിങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ വറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഇനി ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടി വരും, കാരണം പുളി ചേർത്തതല്ലേ. അതിലേക്ക് അരപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് കീറിയത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളക്കട്ടെ. കിടന്നിട്ട് കറിയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ചോറിൻ്റെ കൂടെ വിളമ്പി സുഖമായിട്ട് കഴിക്കാം. തീയൽ റെഡി ആയിട്ടുണ്ട്.